ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മോമോസിൻ്റെ ചട്നി എങ്ങനെ തയ്യാറാക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. ഇതുപോലെ നമ്മൾ ചട്നി ഉണ്ടാക്കി വച്ചിരുന്നാൽ നമുക്ക് ദോശയുടെയും ഇഡലിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ കൊള്ളാവുന്ന ഒരു ചട്നിയാണ് ഈ മോമോസിൻ്റെ ചട്നി. ഇത് നമ്മൾ തയ്യാറാക്കി വച്ചിരുന്നാൽ 2 മാസത്തോളം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. ഇതിനായിട്ട് ഞാനിവിടെ 4 തക്കാളി കട്ട് ചെയ്ത് 2 ഗ്ലാസ് വെള്ളം അടുപ്പിൽ വച്ച് തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി, ഒരു 12 അല്ലിയോളം വെളുത്തുള്ളി, തൊലി കളയാതെ മൂടും വാലും സൈഡിനും കൂടെ കട്ട് ചെയ്ത് നല്ലതുപോലെ കഴുകിയാണ് വെളുത്തുള്ളി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു 8 കാശ്മീരി ചില്ലി, 5 നീളമുള്ള വറ്റൽമുളക്, എല്ലാം കൂടി മുളകും നല്ലതുപോലെ കഴുകി വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. നല്ലതുപോലെ വെന്ത് വന്നതിന് ശേഷം 1.5 സ്പൂൺ കോൺഫ്ലവർ, ഒരു 3 സ്പൂൺ വെള്ളത്തിൽ നല്ലതുപോലെ കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി വേവിച്ചെടുത്തതിന് ശേഷം ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. തണുത്തതിന് ശേഷം മിക്സിയിൽ ഒന്ന് പൾസ് ചെയ്ത് വേണം അടിച്ചെടുക്കാനായിട്ട്. പെട്ടെന്ന് സ്പീഡിലായിട്ട് അടിച്ചെടുക്കരുത്, കാരണം മിക്സി ചൂടായി കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറും. അതുകൊണ്ട് ഒന്ന് നിർത്തി ഒരു 5 സെക്കൻഡ് നിർത്തി വേണം അടിച്ചെടുക്കാനായിട്ട്. ഇതിൽ യാതൊരുവിധ കളറും ചേർത്തിട്ടില്ല. ഇതിൻ്റെ ഒറിജിനൽ കളറാണ്. നമ്മൾ ഹോട്ടലിലൊക്കെ മോമോസ് കഴിച്ചാൽ അതിൻ്റെ ചട്നിയിൽ അവർ കളർ ആഡ് ചെയ്തിട്ട് വേണം നമുക്ക് തരുന്നത്. ഇത് വളരെ ഹെൽത്തിയും ടേസ്റ്റും ആയിട്ടുള്ള ഒരു ചട്നിയാണ്. ശേഷം ഞാനിതിലേക്ക് ഒരു വലിയ തവിക്ക് ഒരു 1.5 തവി ടൊമാറ്റോ സോസ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു പിസ്സ സീസണിങ്ങിൻ്റെ ഒരു സ്പൂൺ കൂടി, പിസ്സ സീസണിങ് അതിൻ്റെ വീഡിയോ സ്കിപ്പായി പോയി, അതുകൊണ്ട് കാണിക്കാൻ പറ്റിയില്ല. അതുകൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മോമോസിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ഇഡലി, ദോശ ഇതിൻ്റെ കൂടെയും ഈ ചട്നി ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാനൊന്നും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായം കൂടി, ഫീഡ്ബാക്ക് കൂടി അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇത് സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത്രയ്ക്കും ടേസ്റ്റായിട്ടുള്ള ഒരു ചട്നിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫീഡ്ബാക്ക് അറിയിക്കാനും ഒന്നും മറക്കാതെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുകയുള്ളൂ. അതുകൊണ്ട് മാക്സിമം കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.